പ്രിയ കൂട്ടുകാരെ, നിങ്ങളൊക്കെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ബി സേഫ്. ഇന്ന് നമുക്ക് ഒരു സ്റ്റൈലസ് പെൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും എന്നല്ല, എല്ലാ ടച്ച് സ്ക്രീനുകളിലും ഇത്തരം സ്റ്റൈലസ് പെന്നുകൾ സാധാരണയായി എഴുതാനും വരയ്ക്കാനുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതുകൊണ്ട് എഴുതാനും വരയ്ക്കാനും അല്ലാതെ ഒരു കമ്പ്യൂട്ടറിലെങ്ങനെ മൗസ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പല രീതിയിലും ഈ സ്റ്റൈലസ് ഉപയോഗിക്കാം. ഉദാഹരണം, ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും മറ്റു പല ആപ്ലിക്കേഷൻസ് കൃത്യമായി ഉപയോഗിക്കാനും ഇത് ഉപയോഗിക്കാം. ഇതിന് മാർക്കറ്റിൽ ഏതാണ്ട് 200 രൂപ മുതൽ ലഭ്യമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിനായി ഒരു ഇയർ ബഡ്, അലുമിനിയം ഫോയിൽ, സിസേഴ്സ്, ഹെയർ ഡ്രയർ കൂടാതെ ഒരു ബോട്ടിൽ ക്യാപ്പ്, വെള്ളവും വേണം. ആദ്യം നമുക്ക് ഈ ബഡിൽ അലുമിനിയം ഫോയിൽ റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്യുമ്പോൾ ഈ കോട്ടൺ ടിപ്പിനോട് ചേർത്ത് ചുറ്റാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ ടിപ്പൊന്നു ചെറുതായി എടുത്തിരിക്കുന്ന വെള്ളത്തിൽ മുക്കുക. വെള്ളം കൂടി പോവാൻ പാടില്ല. ചെറുതായി ടിപ്പൊന്ന് മോയ്സ്റ്റൻ ചെയ്യാനാണ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്നത്. ഇനി അധികമുള്ള വെള്ളം ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റൈലസ് പെൻ റെഡി. ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യണം. കാരണം വെള്ളം കൂടിപ്പോവുകയോ ഫോണിലൂടെ ചരിയുകയോ ചെയ്താൽ വളരെ വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോൺ കേടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു വിരൽ കൊണ്ട് ഫോണിൻ്റെ കപ്പാസിറ്റി ടച്ച് സ്ക്രീനിൽ തൊടുമ്പോൾ അവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് ടച്ച് സ്ക്രീൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്കറിയാം, വെള്ളവും അലുമിനിയവും നല്ല കണ്ടക്ടറാണ്. ഞാൻ ഉണ്ടാക്കിയ സ്റ്റൈലസിൽ എൻ്റെ വിരലുകളിലൂടെ അലുമിനിയം ഫോയിൽ വഴി ചെറുതായി മോയ്സ്റ്റൻ ചെയ്ത കോട്ടണിലൂടെ ടച്ച് സ്ക്രീനിൽ തൊടുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇതുപോലെ ഇത് വർക്കും ചെയ്യുന്നു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. മറ്റൊരു ക്രിയേഷനുമായി വീണ്ടും കാണാം. Thank you for watching.